കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കടന്നു വന്നതുകൊണ്ട് എത്ര പേർക്ക് സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ സന്തോഷിക്കുവാൻ പറ്റുന്ന ഒരേ ഒരിടം നമ്മുടെ കർത്താവിൻ്റെ മാർവിടമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ഇല്ലാഞ്ഞിട്ടല്ല. പ്രൈസ് ദി ലോർഡ്. നാഥൻ നടത്തിയ വിധങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ആരാധനാ ടീം. ഹല്ലേലൂയ. നല്ല ഗീതങ്ങൾ നമ്മൾ ഒരുമിച്ച് ആരാധിപ്പാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ഞാനിവിടെ വന്നിരിക്കുന്നത് യാദൃച്ഛികം എന്ന് പറയുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ കരങ്ങളിൽ എല്ലാം ദൈവം മുമ്പ് കൂട്ടി എല്ലാം എഴുതി വച്ചിരിക്കുന്നത് പോലെ നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതും ഒരു ദൈവനിയോഗമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. വളരെ സന്തോഷത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അതിന് മുഖാന്തരമായി തീർന്ന ജോബി വർഗീസ് പാസ്റ്ററിനോടുള്ള അകമഴിഞ്ഞ നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഇന്ന് ഇവിടെ എന്നെ ക്ഷണിച്ച ഡോക്ടർ സുബ്രഹ്മണ്യം സാർ, ഹല്ലേലൂയ കുടുംബം, വിശ്വാസികൾ, കൊയർ ടീം, ഒറീസയിൽ നിന്നുള്ള ഞങ്ങളുടെ കടപ്പുറയിലെ ബൈബിൾ കോളേജിലെ സ്റ്റുഡൻസ്, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. അതോടൊപ്പം ദൈവദാസനോടുള്ള ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്തദാസൻ രാവിലെ അപ്പച്ചൻ അവിടെ തിരുവൻമണ്ടൂർ പോയിട്ടാണ് വന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഞാൻ വിവാഹം ചെയ്തിരിക്കുന്ന അവിടുന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. സ്തോത്രം. വെള്ളിയാഴ്ച ഞാൻ നിരണം ബൈബിൾ കോളേജിൽ ക്ലാസ് എടുക്കുമ്പോൾ ഇവരോട് ഇങ്ങനെ പറഞ്ഞു, ഒത്തിരി എല്ലാ ദിവസവും തിങ്കൾ തൊട്ട് ഞായറാഴ്ച വരെ ഇച്ചിരി ബിസി സ്കെഡ്യൂളാണ്, അതെനിക്ക് ആവശ്യമാണ്. എനിക്ക് ഇച്ചിരി നേരം അടങ്ങിയിരിക്കുന്നതാണ് ഇച്ചിരി പ്രയാസമുണ്ട്, വെറുതെ ഇരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഓരോ ദിവസം അത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സർ വി ഓൾസോ വാണ്ട് ടു കം ടു ദാറ്റ് ചേർച്ച്. ഞാൻ പറഞ്ഞു, ഇവിടെ ഫുൾ മലയാളമാണ്. നോ പ്രോബ്ലം സർ, വി വാണ്ട് ടു സീ വാട്ട്സ് ഹാപ്പനിങ് ദേർ. അങ്ങനെയാണ് ഇന്നിവർ വന്നിരിക്കുന്നത്. താങ്ക് यू. मैं कोशिश करूँगा जो भी बाइबल का रेफरेंस है मैं आपको बताने के लिए कोशिश करूँगा. इतना ही कर सकता है. 1 घंटे के अंदर ख़त्म करने के लिए थोड़ा मुश्किल होगा. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് റോമർക്ക് എഴുതിയ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. ഇന്ന് ഇവിടെ പാടിയ പാട്ടുകൾ, ഹല്യ സാക്ഷ്യവാചകങ്ങൾ ഒക്കെ നമുക്ക് അനുഗ്രഹമായിരുന്നല്ലോ. അതിനോട് ചേർന്ന് വളരെ ലളിതമായ ഒരു ചെറിയ സന്ദേശം നിങ്ങൾക്ക് കൈമാറുവാൻ, അപ്പോൾ തന്നെ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ സമർപ്പണ ഹൃദയത്തോടെ അത് ഏറ്റെടുക്കണം. ഹല്ലേലൂയ. ആമീൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവദാസൻ പറഞ്ഞതുപോലെ കരഞ്ഞുകൊണ്ട് വിതയ്ക്കുന്ന കാലമാണിത്. കരഞ്ഞുകൊണ്ട് വിതയ്ക്കുന്ന കാലമാണ്. പക്ഷേ എന്നും ഇങ്ങനെ പോകത്തില്ല. ഈ കരച്ചിൽ എന്നുമില്ല. ഒരു കൊയ്ത്തിൻ്റെ കാലമുണ്ട്. ഇന്ന് കരഞ്ഞുകൊണ്ട് വിചാരിച്ചാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ അനേകർ പ്രയാസത്തിലൂടെയുണ്ട്. മിനിഞ്ഞാൻ തന്നെ ജോസ് പാപ്പച്ചമ്പാസ് വിളിച്ചു. നീണ്ട ദിവസങ്ങൾ ജയിലിൽ കിടന്ന കുടുംബമായിട്ട് അവരുടെ ഹിയറിംഗ് ആണ്. അദ്ദേഹം വിളിച്ചിരുന്നു. ഞങ്ങളുടെ പള്ളിപ്പാട്ട് ഒരു വീട്ടിൽ വന്നിട്ട് ഒരു ആൻറ്റിയും അങ്കിളും താമസിക്കുന്നുണ്ട്. അദ്ദേഹം 74 ദിവസം ജയിലിൽ കിടന്നിട്ട് വരിക യുപിയിൽ നിന്ന്. അവരുടെ മുഖം ആരും വാടിയിട്ടില്ല കേട്ടോ. അവരൊക്കെ വളരെ സന്തോഷത്തോടെ അവിടെയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവർ വിശാല വാചകങ്ങൾ തികയാതെ വരികയാണ്. അവരാരും വിഷമിച്ചല്ല. ഒറീസയിൽ പ്രശ്നമുണ്ട്, പ്രതിസന്ധിയുണ്ട്, ഛത്തീസ്ഗഡിൽ പ്രതിസന്ധിയുണ്ട്, ജാർഖണ്ഡിൽ പ്രതിസന്ധിയുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു, ഇന്ന് കരഞ്ഞുകൊണ്ട് വിതയ്ക്കുന്ന നാം നാളെ ആർപ്പോടെ കൊയ്യുന്ന ദിവസമാണ്. ജീസസ്. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം. 1-ാം അധ്യായം 16-ാം വാക്യം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. താങ്ക് യു പാസ്റ്റർ. I just read from Romans chapter 1 verse 16. Romans 1:16. For I am not ashamed of the gospel of Christ, for it is the power of God unto salvation to everyone that believe, to the Jew first and also to the Greek. Praise the Lord. Hallelujah. Hallelujah. അപ്പോസ്തലനായ പൗലോസ് തങ്കൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സുവിശേഷത്തെക്കുറിച്ച് പറയുകയാണ്. എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല.
എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഏത് ഭവനവുമായിക്കൊള്ളട്ടെ, ക്രിസ്തുവിന് വേണ്ടി ലജ്ജ കൂടാതെ ജീവിക്കണം. ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. 4 പേരോട് പറയാൻ പറ്റുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ ഈ ഒറ്റ മാർഗമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടൊക്കെയാണല്ലോ സുബ്രഹ്മണ്യൻ സാറൊക്കെ ആയിരുന്ന വലിയ പ്രതാപങ്ങളിൽ നിന്ന് പറയുന്നതൊക്കെ വിട്ട് ഈ സാധുക്കളോട് ചേരുവാൻ കാരണമെന്ന് പറയുന്നത് സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. പ്രൈസ് ദി ലോർഡ്. എന്താ കാരണമെന്ന് പൗലോസ് പറയുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്കത് ദൈവശക്തിയാ. ഞങ്ങൾ ഇത് ലജ്ജ കൂടാതെ വിശ്വസിക്കുന്നത് കൊണ്ട്, ഈ സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുന്നത് കൊണ്ട് ഇത് ഞങ്ങൾക്ക് ദൈവശക്തിയായി വ്യാപരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒന്നാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ ഇത് വാഗ്ദത്ത സുവിശേഷം, വാഗ്ദത്ത സുവിശേഷം. ഇതിന് വാഗ്ദത്തങ്ങൾ നിറഞ്ഞിരിക്കുക. ഇവിടെ നമ്മൾ സുവിശേഷ നിമിത്തം ഒന്നും നേടിയില്ലെങ്കിലും കർത്താവിന് വേണ്ടി ഇതുപോലെ പലതും ചെലവിടുന്നെങ്കിലും ഒത്തിരി വാഗ്ദത്തങ്ങൾ കിടപ്പുണ്ടെന്ന് ദൈവം അടിസ്ഥാനമായി നിർമ്മിച്ചതും ഹല്ലേലൂയ, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ ഒരു നഗരത്തിന് വേണ്ടി അല്ല അബ്രഹാം കാത്തിരുന്നത് പോലെ നമ്മുടെ വാഗ്ദത്തങ്ങൾ കിടക്കുന്നതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്ത സുവിശേഷം ഇറ്റ്സ് എ ഗോസ്പൽ, പ്രോമിസ്ഡ് ഗോസ്പൽ. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 4:4 റഫറൻസ് മാത്രമേ പറയുന്നുള്ളൂ, എടുക്കാൻ സമയമില്ല. തേജസ്സുള്ള സുവിശേഷം, തേജസ്സുള്ള സുവിശേഷം. പഴയ നിയമങ്ങളെയൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അവിടെ തേജസ് ദൈവത്തിന്റെ, ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു അമ്മ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ ഷെക്കൈനയൊക്കെ ഇറങ്ങിയെങ്കിൽ അതിനേക്കാൾ മോർ ദാൻ, ഹല്ലേലൂയ, അതിനേക്കാൾ ഒരു ഗ്ലോറിയസ് ഗോസ്പൽ നമ്മുടെ കരങ്ങളിൽ ലഭിച്ചിരിക്കുന്നു. പഴയ നിയമത്തിൽ അവർക്ക് ലഭിച്ച 10 കൽപ്പനകൾ എഴുതപ്പെട്ട മരണ ശുശ്രൂഷയല്ല, ഇത് ജീവിപ്പിക്കുന്ന സുവിശേഷം. ഇത് മറ്റുള്ളവരിലേക്ക് ജീവൻ പകരുന്ന സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ഒരു ദിവസം ഒരു മീറ്റിംഗിൽ അറിയാതെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പഴയ നിയമത്തിൽ കല്ലുകൾ എന്ന് പറഞ്ഞാൽ പാപികളെ എറിഞ്ഞു കൊല്ലാനുള്ളതായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പക്ഷെ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ യേശു കർത്താവിന്റെ അടുക്കൽ വ്യഭിചാരിണിയായ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് കല്ലെറിയാനായി പഴയ നിയമം ആർത്തട്ടഹസിക്കുമ്പോൾ കർത്താവ് പറഞ്ഞത്, പാപമില്ലാത്തവർ ആദ്യം കല്ലെറിയട്ടെ. പാപമില്ലാത്തവർ അവരുടെ കല്ലുകൾ അവിടെ ഇട്ടു പോയെങ്കിൽ യേശു കർത്താവ് വീണ്ടും പറയുകയാണ്, യെരൂശലേമിലേക്ക് താൻ കടന്നു വരികയാണ്, തന്റെ രാജകീയ പ്രവേശനം നടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് പരീശന്മാരും മത നേതാക്കന്മാരെല്ലാം ഗുരു ഇവരോട് മിണ്ടാതിരിക്കാൻ പറ. കാരണം റോമ ഗവൺമെന്റിന്റെ അധീനതയിലാണ്. അങ്ങ് രാജാവ്, അങ്ങ് ദൈവത്തിന്റെ അത്യുന്നതന്റെ നാമത്തിൽ വരുന്നു, അല്ല അങ്ങ് ഹല്ലേലൂയ മശീഹ എന്തൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇത് ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. അന്റോണിയോയുടെ കോർട്ടിൽ റോമൻ പടയാളികൾ തിങ്ങിപ്പാർക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ഒരു പ്രശ്നമുണ്ടാക്കിയാൽ ഉടൻ അത് ഇല്ലായ്മ ചെയ്യുവാൻ. അതുകൊണ്ട് ഈ ശിഷ്യന്മാർക്കും ഈ പിള്ളേർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയത്തില്ലെന്ന്. പക്ഷേ കർത്താവ് പറയാണ്, ഇവർ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും. ഇവർ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും. പ്രൈസ് ദി ലോർഡ്. എഫേസ്യർ 6:15 വരുമ്പോൾ ഇത് സമാധാന സുവിശേഷം. ഈ ലോകത്ത് ഹല്ലേലൂയ ക്രിസ്ത്യാനികളെ അടിച്ചൊതുക്കി എന്ന് പറഞ്ഞാലും ഞങ്ങൾ സുവിശേഷം, സമാധാന സുവിശേഷം, പേരിൽ മാത്രം സുവിശേഷം, പേരിൽ മാത്രം സമാധാനം എന്ന് പറഞ്ഞ പല ആൾക്കാർ ഈ രാജ്യത്തുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. അവരുടെ പേരും പറയുന്നത് എല്ലാ സമാധാനമാണെങ്കിലും ഈ ലോകത്തിൽ സമാധാനം ഇല്ലാതാക്കിയ അനേകരുള്ളപ്പോൾ ഞങ്ങൾ പറയുന്ന സമാധാനം ഈ ലോകത്ത് സമാധാനം കൊണ്ടുവരുന്ന സുവിശേഷം. ജീസസ് 1 തെസ്സലോനിക്കർ 1:5 വരുമ്പോൾ അത് ശക്തിയുള്ള സുവിശേഷം, ശക്തിയുടെ സുവിശേഷം, എ ഗോസ്പൽ ഓഫ് പവർ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എനിക്കിതിനെക്കുറിച്ച് ലജ്ജയില്ല, ഈ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, എനിക്ക് ലജ്ജയില്ല. കാരണം വിശ്വസിക്കുന്നവർക്ക് ഇത് ദൈവശക്തിയാകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. റോം താൻ സന്ദർശിച്ചിട്ടില്ല, തനിക്ക് അവിടെ പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് താൻ എഴുതുന്നതിന് മുന്നമേ താൻ എന്ത് വിശ്വസിക്കുന്നു, തൻ്റെ അപ്പോസ്തലികത്വം, നീതീകരണം, വിശ്വാസത്താലുള്ള നീതീകരണം, ഇങ്ങനെയുള്ള കുറേ സ്റ്റേറ്റ്മെന്റ് അവർ എഴുതി അറിയിക്കുകയാണെങ്കിലും അതിന് മുന്നമേ അദ്ദേഹം നാളുകളായി ഈ റോമൻ ജനതയ്ക്ക് വേണ്ടി, റോമൻ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ സ്ഥലങ്ങൾക്ക് വേണ്ടി, റഷ്യക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചില്ലയോ? പ്രൈസ് ദി ലോർഡ്. ആർക്കറിയാം ഈ കുഞ്ഞുങ്ങളൊക്കെ നാളെ അവിടെ മിഷണറിമാരായി പോകുമോ ഇല്ലയോ?
ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഹരിയാനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒറീസ പോകണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. 2015 ഹല്ലേലൂയ ജൂണിൽ ഞാൻ ഇറങ്ങി. ജൂലൈയിൽ ഒറീസയിൽ പോകാൻ കർത്താവ് വാതിലുകളെ തുറന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ചില കുഞ്ഞുങ്ങളെങ്കിലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ. ഹല്ലേലൂയ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയാണ്, തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എന്താ താൻ പറയുന്നറിയാമോ? എന്നെ ഈ സുവിശേഷത്തിന് വേണ്ടി വേർതിരിച്ചതാ, എന്നെ ഈ സുവിശേഷത്തിന് വേണ്ടി വേർതിരിച്ചതാ. നിങ്ങൾ അങ്ങനെ ഇങ്ങനെ പോയി ഇവിടെ വന്നതല്ലെന്ന് ദൈവം നിങ്ങളെ മുന്നറിഞ്ഞത് കൊണ്ട് നിങ്ങളെ വേർതിരിച്ച് ഇവിടെ കൊണ്ടുവന്നതാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വിളിക്കപ്പെട്ടു, വേർതിരിച്ചു, വിളിക്കപ്പെട്ടു, ഒരപ്പോസ്തലനായി. അപ്പോസ്തലനാണെങ്കിലും ക്രിസ്തുവിൻ്റെ ദാസൻ, അടിമ എന്നുള്ള ഐഡന്റിറ്റിയെ താൻ ഇവിടെ വെളിപ്പെടുന്നത്. പോട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ റോമാലേഖനം ഞാനത് തൊടാൻ 3/4 മണിക്കൂറിനകത്ത് തന്നെ നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം അനേക ദാർശനികന്മാരെ, ചിന്തകന്മാരെ എഴുന്നേൽപ്പിച്ച പുസ്തകമായത്. പ്രൈസ് ദി ലോർഡ്. മാർട്ടിൻ ലൂഥറിനെ പോലെ പ്രൈസ് ദി ലോർഡ് നവോത്ഥാനത്തിന്റെ വക്താക്കളായിരുന്ന ഹല്ലേലൂയ റോമൻ കത്തോലിക്ക പുരോഹിതനെ മാറി ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ച പുസ്തകം റോമാലേഖനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ നിന്നുണ്ടായിരുന്ന മാറ്റം, അദ്ദേഹം കുപ്പായം മാത്രമല്ല വലിച്ചെറിഞ്ഞത്, അന്നുണ്ടായിരുന്ന വലിയ സഭ മാത്രമല്ല വലിച്ചെറിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസത്താലുള്ള നീതീകരണം, പ്രവൃത്തിയാലല്ല. വിശ്വസിക്കുന്നവൻ പഴയ നിയമത്തിലുള്ള പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് അന്തം കുറിച്ചുകൊണ്ട് വിശ്വസിക്കുന്നവർ രാജകീയ പുരോഹിത വർഗമാണെന്ന് പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഭക്തനായിരുന്നു മാർട്ടിൻ ലൂഥർ. Praise the Lord. Hallelujah. Hallelujah. John Wesley, Saint Augustine, കാൾ ബാർത്ത്, പ്രൈസ് ദി ലോർഡ്, ഇവരൊക്കെ റോമാലേഖനത്താൽ അവരുടെ ജീവിതം പിടിച്ചു കുലുക്കിയ കഥകളാണ്. പ്രൈസ് ദി ലോർഡ്. കാൾ ബാർത്തിൻ്റെയൊക്കെ ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ്, 120 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ വായിച്ച് അനേകർ, ഇന്നറിയപ്പെടുന്ന അനേകർ, എനിക്ക് പേരെടുത്ത് പറയണമെന്നുണ്ട്, ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടക്കുന്നത് പോലെ പല രാജ്യങ്ങളിലേക്ക് വിടുതൽ വ്യാപരിച്ചു. അനേക ദൈവ പ്രവൃത്തികൾ, അനേക തിയോളജിയൻസ് എഴുന്നേറ്റത് കാൾ ബാർത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ്. അവരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത, അനുഗ്രഹിക്കപ്പെട്ട, ലളിതമായി സുവിശേഷം എന്തെന്ന് വിളിച്ചു പറയുന്ന, ക്രിസ്തീയ ജീവിതം എന്താണെന്ന് വിളിച്ചു പറയുന്ന, എങ്ങനെ രക്ഷിക്കപ്പെടണം, എങ്ങനെ നീതീകരിക്കപ്പെടും എന്നുള്ളത് വളരെ ലളിതമായി പ്രതിപാദിക്കുന്ന പ്രമേയമത്രേ റോമാ ലേഖനം. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് പൗലോസേ നിങ്ങൾ ഇങ്ങനെ ഓടി നടന്ന് പ്രവർത്തിക്കുന്നത്? 1:14 വാക്യം, യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. ഹല്ലേലൂയ. 10, 20, 30, 40 വർഷം സാക്ഷ്യം പറയുന്ന, പാരമ്പര്യം പറയുന്ന അപ്പച്ചന്മാരോട്, അമ്മാവന്മാരോട് ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനൊരു ചിന്ത നമ്മളെ ഭരിച്ചിട്ടുണ്ടോ? നമ്മുടെ അടുത്തുള്ളവർ, നമ്മുടെ ബന്ധത്തിൽപ്പെട്ടവർ, നമ്മുടെ ബന്ധുക്കൾ, സ്നേഹിതർ, യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയാത്തവർ, വേണ്ടതുപോലെ ആരാധിക്കാത്തവർ, യേശുവിൻ്റെ രക്ഷ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തവർ, അവർക്ക് ഞാനൊരു കടക്കാരനാണെന്നൊരു ചിന്ത തോന്നിയിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ 15-ാം വാക്യത്തിൽ വീണ്ടും അദ്ദേഹം പറയുന്നു, റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. 1:15 ഹല്ലേലൂയ. റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിക്കുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. So as much as in me I am ready to preach the gospel to you that are at Rome also. Praise the Lord. Hallelujah. ഒരു വ്യക്തിയോടെങ്കിലും സുവിശേഷം പറയാതെ നമ്മുടെ ശ്വാസം പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി വലിയ ഒന്നും പറയുന്നില്ലല്ലോ. ഒരാളോടെങ്കിലും ഒരു ദൗത്യമായി നിങ്ങളത് ഏറ്റെടുക്കണം. പൗലോസിനെ പോലെ പറയണം, ഇന്ന് മടങ്ങിപ്പോകുമ്പോൾ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. കാരണം വിശ്വസിക്കുന്നവർക്ക് ഇത് ദൈവശക്തിയാ, ഇത് ദൈവശക്തിയാ. പ്രൈസ് ദി ലോർഡ്. ഓടിപ്പോകുന്നു. 15-ാം അധ്യായത്തിൽ ചാപ്റ്റർ 15, റോമൻസ് ചാപ്റ്റർ 15, 19th വേഴ്സ്, യെരുശലേം മുതൽ
ഇല്യൂരിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു. ദൈവദാസൻ പറഞ്ഞല്ലോ, ഏകദേശം 3000 കിലോമീറ്ററുകൾ നടന്ന് സുവിശേഷം അറിയിച്ചു. വേണ്ടതുപോലെ അന്ന് വാഹന സൗകര്യങ്ങൾ ഇല്ലാത്ത, ഇന്ന് വേണമെങ്കിൽ മണിക്കൂറുകൾക്കൊക്കെ നമുക്ക് 3000 കിലോമീറ്റർ ഒക്കെ കടന്നുപോയെന്നിരിക്കാം. പക്ഷേ അങ്ങനെയുള്ള യാതൊരു വിധമായ വാഹന ക്രമീകരണങ്ങൾ ഇല്ലാതിരിക്കുന്ന കാലത്ത് കാൽനടയായും കപ്പൽ മാർഗമായും റോഡ് മാർഗമായും 10,000-3000 കിലോമീറ്റർ കടന്നുപോയിട്ട് അദ്ദേഹം പറയുന്ന വാക്കുകളാ, ഇപ്പോഴോ എനിക്ക് 23-ാം വാക്യം, ഇപ്പോഴോ എനിക്ക് ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ലാകിയാലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ്. ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? 10,000-3000 കിലോമീറ്റർ സുവിശേഷം അറിയിച്ചിട്ട് പറയാ, ഇനി അവിടെ എങ്ങും എനിക്ക് സാധ്യതയില്ല, കാരണം ഞാൻ ഇവിടെ എല്ലാം സുവിശേഷം അറിയിച്ചു. ഒരു വ്യക്തിയോടെങ്കിലും സുവിശേഷം പറയാതെ മരിക്കരുത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, യേശു നിങ്ങളെ സൗഖ്യമാക്കും, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ രക്ഷിക്കുന്നു. ഈ 3 കാര്യങ്ങൾ പറയുവാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അടുത്തതിൻ്റെ ആഗ്രഹമാണ് അടുത്ത വാക്യത്തിൽ, ഞാൻ സ്പാനിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നിങ്ങളെ കാണുവാൻ ആശിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ സ്പാനിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, സ്പെയിൻ എന്ത് ദൂരം, ഇറ്റലിയും കഴിഞ്ഞ് പിന്നെ എത്ര മണിക്കൂറുകൾ കപ്പൽ യാത്ര ചെയ്തിട്ട് പോകണം എന്നറിയാമോ? അദ്ദേഹം പറയാ, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് പൗലോസിനെ വേർതിരിക്കുമ്പോൾ ഒരു പ്രത്യേക ദൗത്യത്തോടെ, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 9:15, എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാ. അനന്യാസിനോട് ദൈവം ഇടപെട്ട് കർത്താവ് തന്നെ പറയുക, ഞാൻ തിരഞ്ഞെടുത്തൊരു പാത്രമാ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നമ്മളെ ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ഇന്നിവിടെ നമ്മൾ വന്നത്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് കൊണ്ട്. ചിലപ്പോൾ നിങ്ങൾ പാട്ട് പാടുകയായിരിക്കാം, ചിലപ്പോൾ സൺഡേ സ്കൂളിൽ ഒരു വാക്യമായിരിക്കും പറയുന്നത്. പക്ഷേ ഞാൻ പറയട്ടെ, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടൊരു പാത്രമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽ 23:11, അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പൗലോസ് വിളിച്ചു പറയുകയാണ്, യേശു കർത്താവ് ഏകരക്ഷകനെന്ന് ധൈര്യപൂർവ്വം പറഞ്ഞു. അന്ന് രാത്രി കർത്താവ് മൗനമായിട്ട് വന്നിട്ട് പൗലോസിനോട് പറയുക, ധൈര്യമായിരിക്കാൻ. ഹല്ലേലൂയ. ധൈര്യമായിരിക്കുക, നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഈ പ്രശ്നമെല്ലാം ഉണ്ടായപ്പോൾ കർത്താവ് മിണ്ടാതിരുന്നു. ഇടയ്ക്ക് നമുക്ക് ഈ കർത്താവിനോട് ദേഷ്യം വരുന്നേ. അതാ ജീവിതത്തിലെ പ്രതിസന്ധി സമയത്തൊക്കെ മിണ്ടായിരുന്നിട്ട് ഇങ്ങനെ വന്ന് ധൈര്യപ്പെടുത്തിയിട്ട് എന്നാ ഗുണം? പ്രൈസ് ദി ലോർഡ്. സൂം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു സൈഡ് മുഴുവൻ ബ്ലഡ് ക്ലോട്ടായി, അല്ല അത് എക്സ്പ്ലോഡായിട്ട് ഈ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ വൈഫിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞൊരു കാലം. അന്നേരം കർത്താവ് ഒന്നും മിണ്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ന്യായാധിപ സംഘവും എല്ലാവരും ചില നിമിഷങ്ങൾക്കകം വേണമെങ്കിൽ കൊന്നുകളയാം, അങ്ങനെ ആർത്തളച്ച് വന്നപ്പോഴും പ്രൈസ് ദി ലോർഡ് കർത്താവ് ഒരക്ഷരം മിണ്ടിയില്ല. രാത്രി വന്നിട്ട് പയ്യെ പറയാ, ധൈര്യമായിരിക്കുക. എന്തോന്ന് ധൈര്യമായത്? പ്രൈസ് ദി ലോർഡ്. ധൈര്യമായിരിക്കുക, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ. ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന കാര്യം കേട്ടോ, ധൈര്യമായിരിക്കുക, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ. അപ്പൊ കർത്താവ് കേട്ടോണ്ടിരിക്കുക. ഹല്ലേലൂയ. പൗലോസേ, നീ ഇന്ന് അവരുടെ മുമ്പിൽ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. സഭയെ എണീറ്റ് എന്ന് പറയുന്ന സാക്ഷ്യം, കുഞ്ഞുങ്ങളെ, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് ശ്രദ്ധിക്കണം, നിങ്ങൾ പറയുന്ന വാക്യമെല്ലാം, ഒരു വാക്യം മുഴുവനും പറഞ്ഞല്ല ചിലരൊക്കെ, ഞാൻ കേട്ടു. എന്നാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പറഞ്ഞത് ജീവന്റെ വചനമായതുകൊണ്ട് ഹല്ലേലൂയ, യഹോവ നിങ്ങളുടെ ഇടയനായി തന്നെ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്യത്തിന്റെ ശകലമാണെങ്കിലും പ്രതിസന്ധികളിൽ ചിലപ്പോൾ ആ വാക്യമായിരിക്കും അവരെ ജീവിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസേ, ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ ഭയപ്പെടാതെ, നീ പറഞ്ഞല്ലോ ധൈര്യമായിരിക്കുക. അപ്പോൾ നമ്മൾ സഭയിൽ പറയുന്ന സാക്ഷ്യം,
കർത്താവ് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് സാക്ഷ്യം പറയല്ലെന്നല്ല, ആമേൻ, കർത്താവ് കേൾക്കുന്നു. മറ്റാരും കേട്ടില്ലെങ്കിലും കർത്താവ് കേൾക്കുന്നു എന്നുള്ള ധൈര്യത്തോടെ, എന്നുള്ള വിശ്വാസത്തോടെ പറയാം. അങ്ങനെ പറയുകയാണ്, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ നീ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു. ആമീൻ. 40 പേര് ആമീൻ പൗലോസിനെ ഒടുക്കിയിട്ടല്ലാതെ ആഹാരം കഴിക്കത്തില്ലെന്ന് പറഞ്ഞ് തീവ്രമായി ആമീൻ ഹല്ലേലൂയ ആമീൻ പ്രതിജ്ഞ എടുത്തിട്ട് ഇരിക്കുമ്പോൾ കർത്താവ് പറയുക, ഹല്ലേലൂയ, നീ ഇവിടെ ഒതുങ്ങി പോകത്തില്ല പൗലോസേ, എനിക്ക് വലിയ പ്ലാനും പദ്ധതിയുണ്ട്, ധൈര്യമായിരിക്കും. ഇവിടെ പറഞ്ഞ നിന്റെ സാക്ഷ്യം എനിക്ക് വളരെ ബോധിച്ചു. നീ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത് എനിക്ക് നല്ലതായിട്ട് ബോധിച്ചു. ഇനി ഞാൻ നിന്നെ കൈസറുടെ മുമ്പിൽ നിർത്താൻ പോവുകയാണെന്ന്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. എയർഫോഴ്സിൽ വെച്ചാണ് ഞാൻ യേശുവിനെ അറിയുന്നത്. ഒരു ഹൈന്ദവ സഹോദരൻ വന്ന് രക്ഷിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സമയമില്ല, തൊടുന്നില്ല. ഞാൻ ആ സൂം മീറ്റിംഗിൽ പറഞ്ഞതാണല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമീൻ. പിന്നുള്ള ഓരോ ദിവസങ്ങളും ഓരോ നിമിഷങ്ങളും കർത്താവ് ഇങ്ങനെ ഓരോരുത്തർത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഓരോരുത്തർത്തും ചിന്തിക്കാത്ത മേഖലകൾ, ചിന്തിക്കാത്ത ആമീൻ ഇന്ത്യൻ പ്രസിഡന്റിന്റെ കൂടെ ഒക്കെ ഇരിക്കാൻ സാവകാശം തന്നു ദൈവദാസനെ. അന്ന് എൻ്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു യോഗ്യതയും ഇല്ലാത്ത ആമീൻ. കഴിഞ്ഞ ആഴ്ച ദൈവദാസനെ പ്രൈസ് ദി ലോർഡ് ATA ജനറൽ ബോഡി മീറ്റിംഗിന് ഇരിക്കുകയായിരുന്നു. ഞാൻ അവിടെ കടന്നു വന്നവരോട് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം 2 പ്രാവശ്യം ഇമാജിലിൽ നിന്ന് വന്ന പ്രിൻസിപ്പൽ എന്നോട് ചോദിച്ചു, യഥാർത്ഥമായിട്ട് വിംഗ് കമാൻഡർ ആയിരുന്നു? പ്രൈസ് ദി ലോർഡ്. രണ്ടാമതും ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനൊരു നിയോഗം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മേൽ വീഴുവാൻ സമയമാകുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ ദൈവം നിങ്ങളെ നിർത്തും. മോളെ നിർത്തും. ഞാൻ പ്രവചനമായിട്ട് മോളോട് പറയുക, ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും ദൈവം നിർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പൗലോസേ, നീ ധൈര്യമായിരുന്നു. അവിടെ കുറേ എണ്ണം ആമീൻ പ്രതിജ്ഞയെടുത്ത് നിന്നെ ഒടുക്കി കളയുമെന്ന് അതൊന്നും നീ കേൾക്കണ്ട. എൻ്റെ വാക്ക് കേൾക്ക്. ഇവരുടെ ഇടയിൽ ഒതുക്കി പോകാനല്ല കേട്ടോ, നിന്നെ എനിക്ക് കൈസറുടെ മുമ്പിൽ നിർത്തണം. എനിക്ക് നിന്നെ റോമെ കൊണ്ടുപോകണം. ആമീൻ. അന്ന് കേന്ദ്രമായിരിക്കുന്ന അന്നത്തെ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനത്ത് എനിക്ക് നിന്നെ നിർത്തുവാൻ പ്ലാനുകളുണ്ട്, പദ്ധതികളുണ്ട്. അതുകൊണ്ട് ഒരു കപ്പൽ ഛേദം വന്നു കേട്ടോ. എൻ്റെ മോൻ മർച്ചന്റ് നേവി സെക്കൻഡ് ഓഫീസർ. അതുകൊണ്ട് എനിക്കറിയാം. ഈ മാൾട്ടയിലൊക്കെ പോകുമ്പോൾ അവനിടയ്ക്ക് വാട്സാപ്പിൽ വിളിച്ചിട്ട് പറയും. അപ്പോൾ ഞാൻ പറയും, മോനെ പണ്ട് പൗലോസൊക്കെ പോയ റൂട്ടാത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തണുത്ത് വിറയ്ക്കുന്ന ആ കടൽ, ഹല്ലേലൂയ, ആ കല്ലിന്മേൽ ഇടിച്ച് അത് എല്ലാം തകിട് മറിഞ്ഞു പോയിട്ട് ഒരു കൊച്ചു പലകയിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്ന പൗലോസിനറിയാം, എന്നോട് കർത്താവ് പറഞ്ഞിട്ടാ ഇവനെ റോമിൽ കൊണ്ടുപോകാനുള്ള ഹല്ലേലൂയ കപ്പലാ പൊതിഞ്ഞു പോയിരിക്കുന്നത്. ഇനി ചില സമയം കൂടെ, ചില മണിക്കൂറുകൾ കൂടെ ആ വെള്ളത്തിൽ കിടന്നാൽ ഇവൻ ചത്തുപോകും. പ്രൈസ് ദി ലോർഡ്. അത്രയ്ക്ക് തണുപ്പുള്ള കടൽ. പക്ഷേ അദ്ദേഹത്തിന് അറിയാം, എന്നോട് വാക്ക് പറഞ്ഞൊരു കർത്താവുണ്ട്, റോമയിൽ എന്നെ കൊണ്ട് എത്തിക്കുമെന്ന് പറഞ്ഞൊരു കർത്താവുണ്ട്. അതുകൊണ്ട് സുവിശേഷത്തെ കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു. എന്താണ് സുവിശേഷം? വളരെ ലളിതമാ. പ്രൈസ് ദി ലോർഡ്. പോസ്റ്റ് ഡോക്ടറേറ്റ് എടുത്ത സാറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. സുവിശേഷം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നത് വളരെ ലളിതമായിട്ട്. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 8-ാം വാക്യം. 2 തിമോത്തിയോസ് chapter 2 verse 8. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് സുവിശേഷം. അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ വെളിപ്പാട് ദാനിയേലിന് കിട്ടി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, എനിക്ക് വർണ്ണിക്കുവാൻ കഴിയുന്നില്ല, പക്ഷേ സ്വർഗത്തിൽ നിന്നൊരുവൻ മേഘങ്ങളോടുകൂടി ഇറങ്ങി വരുന്നു. അത് ഹല്ലേലൂയ മനുഷ്യപുത്രനെ പോലെ. അദ്ദേഹം മനുഷ്യപുത്രനെ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ പറയുകയാണ്, ദാനിയേൽ വിളിച്ചു പറയുകയാണ്, ആകാശമേഘങ്ങളോടെ ഒരുവൻ വരുന്നത് കണ്ട് മനുഷ്യപുത്രനോട് സാദൃശ്യം. എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ നമ്മളെ ഹല്ലേലൂയ താട് വീട് പോയ ഒരു ഗതിയുമില്ലായിരുന്ന നരകത്തിലേക്ക് ഓടിക്കൊണ്ടിരുന്ന നമ്മളെ രക്ഷിക്കുവാൻ അവൻ മനുഷ്യപുത്രനായി മാറി, ദാവീദിന്റെ സന്തതിയായി മാറി. ഇതാകുന്നു എന്റെ സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാക്കായിരുന്നു മനുഷ്യപുത്രൻ. പ്രൈസ് ദി ലോർഡ്. സൺ ഓഫ് മാൻ,
സൺ ഓഫ് മാൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2 തിമോഥെയോസ് 2:9 വാക്യം, അടുത്ത വാക്യം വായിക്കുമ്പോൾ, അതറിയിക്കുന്നതിൽ ഈ സുവിശേഷം ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, ഇതാകുന്നു എൻ്റെ സുവിശേഷം. അതറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ മോഡേൺ പ്രവാചകന്മാർ പറയുന്നത് പോലെ വലിയ സുഖസമൃദ്ധിയിലൊന്നും അല്ലെന്നേ. പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ലെന്ന് പറയുമ്പോൾ അദ്ദേഹം അതേ റോമിൽ കടന്നു എന്ന് തണുത്ത ജയിലിന്റെ അറയിൽ കിടന്നുകൊണ്ട് തന്റെ അരുമ ശിഷ്യൻ എഴുതിയിട്ട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് ഞാൻ ഈ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഹല്ലേലൂയ. കരഞ്ഞുകൊണ്ട് വിതയ്ക്കുന്ന ഒരു പൗലോസ് തൻ്റെ അരുമ സന്താനമായ തൻ്റെ സുവിശേഷത്തിൻ്റെ പിൻഗാമിയായ തിമോഥെയോസിന് 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ക്രിസ്തുവേശുവിൻ്റെ നല്ല ഭടനായി നല്ലൊരു സോൾജിയറായിട്ട് നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. ഇതാ സുവിശേഷം, ഇതാ സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഷ്ടം സഹിക്കുവാൻ തയ്യാറുള്ളവർ കരഞ്ഞുകൊണ്ട് വിതയ്ക്കും. കരഞ്ഞുകൊണ്ടാണ് വിതയ്ക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അവരാണ് ആർത്തും കൊണ്ട് വിതയ്ക്കുന്നത്. ആർപ്പോടുകൂടെ കൊയ്യുന്നത് അവരാണ്. സ്തോത്രം. ഏകദേശം തനിക്ക് മനസ്സിലായി എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. തൻ്റെ അവസാന ലേഖനമാണല്ലോ 2 തിമോഥെയോസ്. അത് എഴുതുമ്പോൾ തൻ്റെ അരുമസന്താനമായ തൻ്റെ ഹല്ലേലൂയ താൻ സ്നേഹിക്കുന്ന തിമോഥെയോസിന് എഴുതുക, ഏകദേശം എൻ്റെ കാലം അടുത്തെന്നാണ് തോന്നുന്നത് കേട്ടോ. അതുകൊണ്ട് ഈ ഓട്ടത്തിൽ റിലേ ഓടുന്നവർ ബാറ്റൺ കൈമാറുന്നത് പോലെ ചില അത്യാവശ്യ കാര്യങ്ങൾ ഇവനെ പരമേൽപ്പിക്കുവാനാണ് പറയുന്നത്. തിമോഥെയോസേ, നീ വേഗം എൻ്റെ അടുക്കൽ ഓടി വരണം, നീ വേഗം എൻ്റെ അടുക്കൽ ഓടി വരണം. 2 തിമോഥെയോസ് 4:6 എൻ്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. തനിക്ക് മനസ്സിലായി ഒരു പുരുഷായുസ് മുഴുവൻ കർത്താവിന്റെ വയലിൽ അധ്വാനിച്ചു, എൻ്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു. സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കാത്ത പൗലോസേ, തനിക്ക് എന്താ ലഭിച്ചേ? ഹല്ലേലൂയ. റോമ ഗവൺമെന്റ് തണുത്തുറച്ച തറുങ്കൽ കിടന്നുകൊണ്ട് തടവിൽ കിടന്നുകൊണ്ട് ആ തണുത്ത് വിറയ്ക്കുന്ന ആ തറയിൽ കിടന്നുകൊണ്ട് താൻ എഴുതുക തന്റെ ഓമന പുത്രന്. പ്രൈസ് ദി ലോർഡ്. എന്താ പറയുന്നറിയാമോ? 2 തിമോഥെയോസ് 4:13 ത്രോവാസിൽ കർപ്പോസിന്റെ പക്കൽ ഞാൻ വെച്ചേച്ചു പോരുന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. നമ്മളായിരുന്നെങ്കിലോ? ഹല്ലേലൂയ. അവിടെ ഇവിടെയൊക്കെ ഉള്ള വസ്തുവിന്റെ ആധാരം കൊണ്ടുവരാനല്ല പറയുന്നത്, അല്ലെങ്കിൽ സഭയുടെ രജിസ്റ്റർ കൊണ്ടുവരാനല്ല. ഇവിടെ തണുപ്പാ, നീ പറ്റുമെങ്കിൽ ശീതകാലത്തിന് മുമ്പ് വരണം. ഇവിടെ തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ വയസ്സനായി, ഫിലമോനൊക്കെ എഴുതുമ്പോൾ വയസ്സനും കിളവനുമായി മാറി. ഹല്ലേലൂയ. ഒരു പുരുഷായുസ് മുഴുവൻ കർത്താവിന് വേണ്ടി ദൈവദാസൻ പറഞ്ഞ പോലെ ദീർഘവർഷങ്ങൾ മറ്റുള്ളവർ കടന്നു പോകാത്ത പല സ്ഥലങ്ങളിൽ ഹല്ലേലൂയ കല്ലേറ്, ചമ്മട്ടി, ഇങ്ങനെയുള്ള കോലാലുള്ള അടി ഇതെല്ലാം സഹിച്ചുകൊണ്ട് അവസാനം ഒരു തണുത്ത തറയിൽ തന്റെ ജീവിതം അവസാനിക്കാൻ പോകുമ്പോൾ പറയുക, പ്രൈസ് ദി ലോർഡ്, പറ്റുമെങ്കിലേ നീ ശീതകാലത്തിന് മുമ്പ്, വിന്ററിന് മുമ്പ് ഇഞ്ഞ് വരണം. ഹല്ലേലൂയ. അവിടെ ഞാൻ ഒരു പുതപ്പ് കൊണ്ടുവച്ചിട്ടുണ്ട്, ആ പുതപ്പും കൂടെ നീ ഇഞ്ഞ് കൊണ്ടുവരണം. ഹല്ലേലൂയ. സമയമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ആ പുതപ്പിന് ഒത്തിരി കഥ പറയാനുണ്ട് കേട്ടോ. പലരും എന്നെ കല്ലെറിഞ്ഞ് ചത്തെന്ന് പറഞ്ഞ് പട്ടണത്തിന്റെ പുറത്തേക്ക് ഇഴച്ചു കൊണ്ടുപോയി കളഞ്ഞപ്പോൾ ഹല്ലേലൂയ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഈ പുതപ്പ് മാത്രമേ ഉള്ളായിരുന്നു, മറ്റൊന്നും എൻ്റെ കൂടെ ഇല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിന്റെ പ്രതിസന്ധി മധ്യകളിൽ എന്നെ ബലം പിടിച്ചത്, ഹല്ലേലൂയ, എന്നെ കരം പിടിച്ച് നടത്തുന്നത് ആ പുതപ്പ് മാത്രം മതി, നീ കൊണ്ടുവന്നാൽ മതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസിനെ പോലെ അത്രയും ദർശനം കിട്ടിയില്ലെങ്കിലും ഉപജീവനത്തിനുള്ള മാർഗമുണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കണം. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹം തരുന്നെങ്കിൽ തന്നോട്ടെ. മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിന് ഞാൻ എതിരല്ല, എല്ലാം വേണം, വെല്ലം വേണം. പക്ഷെ പരിതപിച്ച് ജീവിതം കളയരുത്. ഒരു വ്യക്തിയോടെങ്കിലും സുവിശേഷം പറഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 35 ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ റോമൻസ് 8:35 ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നതാർ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ, ഇതെല്ലാം
ജീവിതത്തിൽ അനുഭവിച്ചിട്ടാണ് നാം പറയുന്നത്, ഇതൊന്നും എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റുവാൻ സാധ്യമല്ലെന്ന്. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, അമ്മമാരെ, അച്ചായന്മാരെ, പ്രൈസ് ദി ലോർഡ്, ജീവിതത്തിന്റെ വൈതരണികളിൽ ഭ്രമിച്ചു പോകരുത്. ഇതൊന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മളെ മാറ്റിക്കളയരുത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മക്കദോന്യ ജയിലിൽ കിടക്കുമ്പോഴും അവർ പാട്ടുപാടി ആരാധിക്കാനുള്ള കാരണം എന്താണെന്നറിയാം? ശരീരം മുഴുവൻ ചോരയാടുന്നുണ്ട്, അടി നല്ലപോലെ കൊണ്ടിട്ടുണ്ട്, ഉറങ്ങാൻ പറ്റത്തില്ല, കൈയും കാലും ആമത്തിലിട്ട് വെച്ചിരിക്കുക. അദ്ദേഹം അന്നേരം വിളിച്ചു ചോദിച്ചാൽ പറയും, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, കാരണം വിശ്വസിക്കുന്നവർക്ക് അത് ദൈവശക്തിയാകുന്നു. ചില മണിക്കൂറുകൾക്കകം ഫിലിപ്പിയൻ ജയിൽ വാർഡർ വിശ്വാസിയായി മാറിയെന്നേ. ഹല്ലേലൂയ, ആമീൻ. കണ്ണീരിൽ വിതച്ചത് കൊണ്ടാ, സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ലാത്തത് കൊണ്ടാ, ദർശനം മങ്ങിപ്പോകാത്തത് കൊണ്ടാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 37 വാക്യം വായിക്കാമോ? 37 റോമൻസ് 8:37. ഇംഗ്ലീഷിൽ കുറച്ചും കൂടെ കറക്റ്റാണ്, വായിച്ചത് വളരെ കറക്റ്റാണ്. ഇംഗ്ലീഷിൽ 8:37, in all these things we are more than conquerors. In all these things, ഇതിലൊക്കെയും ലോകം നേടിയ, ലോകം കീഴടക്കിയ ചക്രവർത്തിമാരെക്കാൾ ഞങ്ങൾ വിജയം വരിച്ചവരാണ്. We are more than conquerors. ഹല്ലേലൂയ. അലക്സാണ്ടറിന്റെ ചരിത്രമൊക്കെ നല്ലപോലെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പഠിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാം. ആ കാലഘട്ടങ്ങളിൽ റോമൻ സാമ്രാജ്യം, പട്ടാള മേധാവികളൊക്കെ പോയി ഓരോ രാജ്യം അറ്റാക്ക് ചെയ്ത് അവർ മടങ്ങി വരുന്ന ഉടനെ ഹല്ലേലൂയ അവർ പിടിച്ചെടുത്ത കൊള്ളയും അവിടെയുള്ള രാജാക്കന്മാരെ ചങ്കിലേക്ക് ഇട്ട് കൊണ്ടുവരും. ഈ മെയിൻ ഈ സേനാധിപനെ ഒരു രഥത്തിൽ ആനയിച്ചു കൊണ്ടുപോകുന്ന കാലഘട്ടമുണ്ട്. അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇവരൊക്കെ ലോകപ്രകാരം വാളുകൊണ്ടും മറ്റും സൈനിക ബലം കൊണ്ടും ഈ രാജ്യങ്ങൾ കീഴടക്കിയപ്പോൾ പൗലോസ് പറയുക, ഞാൻ അടങ്ങിയിരുന്നിട്ടില്ല, അലക്സാണ്ടറിനേക്കാൾ കൂടുതൽ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ അനേക രാജ്യങ്ങളെ കീഴടക്കുവാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. In all these things we are more than conquerors. Hallelujah. 2 Corinthians, 2 Corinthians chapter 10 4 and 5. 2 Corinthians chapter 10 verse 4 and 5. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ച് കേൾക്കണമേ വിശ്വാസികളെ, ദൈവദാസന്മാരെ, ശ്രദ്ധിച്ച് കേൾക്കണം. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല. ശ്രദ്ധിക്കണം, അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അലക്സാണ്ടർ രാജ്യങ്ങൾ കീഴടക്കിയതുപോലെ സൈന്യ ബഹുത്വത്താലല്ല, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സുവിശേഷം ഇത് കോട്ടകളെ ഇടിക്കുവാനുള്ള ദൈവശക്തിയാണ് ഞങ്ങൾ പകരുന്നത്. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. 1 Corinthians chapter 1 verse 18. 1 Corinthians chapter 1 verse 18. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാകുന്നു. പ്രൈസ് ദി ലോർഡ്. ക്രൂശിന്റെ വചനം, ക്രൂശിന്റെ വചനം യഥാർത്ഥമായി അറിയാൻ വയ്യാത്തവര് അവർ കളിയാക്കിയെന്നിരിക്കും, നീ എന്തിനാ അവരുടെ കൂടെ പോയെന്ന് ചോദിച്ചെന്നിരിക്കും. പക്ഷേ പ്രൈസ് ദി ലോർഡ്, അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അവർക്ക് അത് പോഷത്വമായി തോന്നും. പക്ഷേ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് ഞങ്ങൾക്കറിയാം ഇത് ഞങ്ങളുടെ മേൽ ദൈവശക്തിയായി വ്യാപരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 2 Corinthians, 2 Corinthians chapter 4 verse 7. 2 Corinthians chapter 4 verse 7. എങ്കിലും പൗലോസ് പറയുകയാണ്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ആ ശക്തിയെക്കുറിച്ച് താൻ പറയുകയാണ്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ലെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങൾ കുറെ തിയോളജി പഠിച്ചത് കൊണ്ടല്ല, പഠിച്ചു, പ്രൈസ് ദി ലോർഡ്, പക്ഷെ അതുകൊണ്ടൊന്നുമല്ല ഇവിടെ എന്തെങ്കിലും നടക്കുന്നത്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിൽക്കുന്നത് എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ ദാനമത്രേ. ഒന്നുകൂടെ ആവർത്തിച്ച് പറയാമോ? ദൈവത്തിന്റെ
ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഹല്ലേലൂയ. ഇതിനെന്തുവാ പുകഴാനുള്ളത്? ഈ മൺപാത്രത്തിന് എന്താ പുകഴുവാനുള്ളത്? ക്രിസ്തുവിന്റെ ദാനം, ദൈവത്തിന്റെ ദാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ 2 കൊരിന്ത്യർ 2:14. 2 കൊരിന്ത്യർ 2:14. മറന്നുപോകല്, ഞാൻ അലക്സാണ്ടറിന്റെ കാര്യം പറഞ്ഞതുപോലെ റോമൻ സൈന്യാധിപന്മാർ ജയഭേരി മുഴക്കിക്കൊണ്ട് വിജയശ്രീലാളിതരായി അവർ പിടിച്ചടക്കിയ പലതും കൊണ്ട് വരുമ്പോൾ ഹല്ലേലൂയ, ഈ AD 70 അന്ന് തീത്തോസ് ചക്രവർത്തി ആകുന്നതിന് മുന്നമേ അദ്ദേഹം യെരുശലേമിൽ വന്ന് പലതും ആ ആലയത്തിനകത്തുള്ളായിരുന്ന എല്ലാം കൊണ്ടുപോയി അവിടെ റോമിൽ അത് അതുപോലെ ചിത്രീകരിച്ച് അത് ആലേഖനം ചെയ്ത് വെച്ചിരിക്കുന്നു. അവർ കൊണ്ടുപോയ കവരവിളക്കിൻ്റെ ഫോട്ടോയും അന്ന് കൊണ്ടുപോയ കാര്യങ്ങളെല്ലാം അവിടെ കല്ലിൽ പതിച്ച് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? അത് അദ്ദേഹം ഏതാണ്ട് വലിയ കാര്യം ചെയ്തതുപോലെ AD 70 യഹൂദന്റെ ആലയം നശിപ്പിച്ചിട്ട് കൊണ്ടുപോയതിൻ്റെ ആകാരം അവിടെ പണിഞ്ഞു വെച്ചിരിക്കുകയാണ്. ആ കാര്യങ്ങൾ അന്നുണ്ടായിരുന്നത് പോലെ അത് പൗലോസ് ഓർത്തിട്ടാണ് പറയുന്നത്. വാക്യം 2 കൊരിന്ത്യർ 2 കൊരിന്ത്യൻ chapter 2 verse 14. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി. ആ വാക്കുകളുടെയൊക്കെ അർത്ഥമേ ക്രിസ്തുവിൽ 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 ഞങ്ങളെ ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമീൻ. സ്തോത്രം. അതിൻ്റെ 15ഉം 16ലുമാണ് താൻ അത് എടുത്തു പറയുന്നത്. ഞാൻ മുൻപേ പറഞ്ഞല്ലോ, ഒരു സേനാ നായകൻ ഏതെങ്കിലും രാജ്യം ചെന്ന് കീഴടക്കി അവിടുത്തെ രാജാവിനെയും കൊള്ളയും എല്ലാം കൊണ്ടുവരുമ്പോൾ വിജയശ്രീലാളിതനായി ഒരു രഥത്തിൽ കയറി അദ്ദേഹത്തെ ആ റോമൻ പൗരന്മാർ അവിടെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ആ ഹല്ലേലൂയ രാജപാതയിലൂടെ ഇവരെ കൊണ്ടുപോകുമ്പോൾ അവർ വളരെ അതിൻ്റെ പിന്നിൽ ഹല്ലേലൂയ കുന്തിരിക്കമൊക്കെ കത്തിച്ച് അവർ വളരെ ആഘോഷമായി കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് തൻ്റെ ചിന്താഗതിയിലുള്ളത്. ആ മണം ക്കുമ്പോൾ അത് ആ മണം എവിടെല്ലാം പോകുന്നോ അവർക്ക് മനസ്സിലാകും ഇന്ന സൈന്യാധിപൻ ഇന്ന രാജ്യം കീഴടക്കി അവിടുത്തെ എല്ലാം കൊള്ള കണ്ടുകെട്ടിക്കൊണ്ട് വരുന്ന ഈ രാജ പദവിയിലുള്ള ഘോഷയാത്രയാണിത്. അത് മനസ്സിൽ കണ്ടുകൊണ്ട് പൗലോസ് വിളിച്ചു പറയുകയാണ്. 2 കൊരിന്ത്യൻ chapter 2 verse 15 and 16. ഞങ്ങൾ ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാകുന്നു രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും. എന്നിട്ട് ഈ 2 കൂട്ടരുകൾ ഒരു ഭാഗം വിജയശ്രീലാളിതരായി പോകുന്നു, ഒരുവർ ചങ്കല ധരിച്ചുകൊണ്ട് പോകുന്നു. ഈ 2 പേരെയും കണ്ടുകൊണ്ട് പൗലോസ് വിളിച്ചു പറയുക, ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്ക്, അവർക്കോ രക്ഷിക്കപ്പെട്ടവരെ കുറിച്ച് പറയുക, അവർക്കോ ജീവനിൽ നിന്ന് ജീവങ്കിലേക്കുള്ള വാസന. ശ്രദ്ധിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്ക്, അവർക്കോ ജീവനിൽ നിന്ന്. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെടുന്നവർ നശിച്ചു പോകുന്നവർ, രക്ഷിക്കപ്പെടുന്നവർ നശിച്ചു പോകുന്നവർ. നമ്മൾ ഏത് ഗണത്തിലായിരിക്കുന്നു? ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്, ഒരു വ്യക്തിയോടെങ്കിലും മരണത്തിൻ്റെ വാസനയടിച്ച് പോകുന്ന ഒരു വ്യക്തിയോടെങ്കിലും നിങ്ങൾ സുവിശേഷം പറയണം. ഹല്ലേലൂയ. അതവർക്ക് ജീവങ്കിലേക്കുള്ള വാസനയായി മാറട്ടെ. പൗലോസിനെ പോലെ പറയണം, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, കാരണം വിശ്വസിക്കുന്നവർക്ക് അത് ദൈവശക്തിയാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ ഒരു വാചകം കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ നിർത്താം. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 18. മാത്യു, the gospel according to Matthew chapter 16 verse 18. I will build my church. I will build my church and the gates of hell shall not prevail against it. Hallelujah. Praise the Lord.
ഒത്തിരി പ്രാവശ്യം ഞാൻ കേട്ടിട്ടുള്ളതാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്കറിയാവുന്ന സുപരിചിതമാണ്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ അർത്ഥവ്യാപ്തി എന്ന് പറഞ്ഞാൽ, പത്രോസേ, ഞാൻ യുഗങ്ങളുടെ പാറയായ ഈ അടിസ്ഥാനത്തിൻ്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയാൻ പോവുകയാണ്. ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. നീ ഒരു പാറ കഷണമാ, യുഗങ്ങളുടെ പാറയ. അവരെ അനുഗമിച്ച് ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. യുഗങ്ങളുടെ പാറയായ ഇസ്രായേൽ മക്കളെ അനുഗമിച്ച ആ പാറയിൽ, ആ അടിസ്ഥാനത്തിൽ ഇട്ടുകൊണ്ട് ഞാൻ എൻ്റെ സഭയെ പണിയാൻ പോകുക. ഇനി അടുത്ത വാചകം, ഹല്ലേലൂയ, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പക്ഷെ ഇംഗ്ലീഷിൽ the gates of hell shall not prevail against it. കിങ് ജെയിംസ് വേർഷനിൽ അങ്ങനെ കിടക്കുന്നു. അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ പാതാളത്തിലുള്ള പിശാച് എല്ലാം കൂടെ വന്നിട്ട് ജയിക്കും എന്നല്ല അതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ച് കേൾക്കണമേ. പൗലോസ് ലജ്ജിക്കാത്ത ഈ സുവിശേഷവുമായി നിങ്ങളൊരു സ്ഥലത്തേക്ക് കടന്നു ചെല്ലുക, ഒരു ഭവനത്തിലേക്ക് കടന്നു ചെല്ലുക, ഒരു രാജ്യത്തേക്ക് കടന്നു ചെല്ലുക. ഇവിടെ സുവിശേഷം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന അന്ധകാര ശക്തികളുണ്ട്. ആന്ധ്രയെ ചിലയിടത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അറിയാമോ? പാസ്റ്റേഴ്സ് ആർ നോട്ട് പെർമിറ്റഡ് ഇൻസൈഡ്. അങ്ങനെ വില്ലേജിൽ എഴുതി വെച്ചിട്ടുണ്ട്, ബോർഡ് വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒട്ടും താമസിക്കാതെ പറയും, ദൈവദാസന്മാർ ഇവിടുന്ന് പോകല്ലേ എന്ന് പറയുന്ന കാലം അവിടെ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് ഒറീസയെക്കുറിച്ചൊക്കെ ഒത്തിരി പറയണമെന്നുണ്ട്, പക്ഷേ സമയമില്ലല്ലോ. 15 മിനിറ്റിനകത്ത് വേഗം നിർത്തേണ്ടത് കൊണ്ട് ഞാൻ ആ ഭാഗമേ തൊടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ അന്ധകാര ശക്തികൾ ഇങ്ങനെ കൊടികുത്തി വാഴുന്ന ചില സ്ഥലങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നമ്മുടെ ബന്ധുക്കളാകാം, നമ്മുടെ ചുറ്റുപാടുമാകാം, എവിടെയും ആയിക്കൊള്ളട്ടെ. പക്ഷേ യേശു കർത്താവ് പറയാ, ഞാനാ സഭ പണിയുന്നത്, നിങ്ങളല്ല. ഹല്ലേലൂയ. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം ഇന്ന് മടങ്ങിപ്പോകാൻ. കർത്താവ് പറയുക, ഞാൻ എൻ്റെ സഭയെ പണിയുന്നത്. ലജ്ജിക്കാത്ത പൗലോസ് ലജ്ജിക്കാത്ത ഈ സുവിശേഷവുമായി ചെല്ലുമ്പോൾ പിശാച് ഗേറ്റ് അടച്ചു വെച്ചിരിക്കുക. അവൻ പാതാളത്തിന്റെ വാതിലാക്കി ചില ഗേറ്റുകൾ അടച്ചു വെച്ചേക്കും, ആര് വന്നാലും തുറക്കത്തില്ലെന്ന് പറഞ്ഞ്. പക്ഷേ എരിഹോ കോട്ട പോലെ പിശാച് കെട്ടപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ സുവിശേഷവുമായി ചെന്ന് കഴിയുമ്പോൾ നിങ്ങളെ ചവിട്ടി തുറക്കാനുള്ള അധികാരമുണ്ടെന്ന് ആ വാക്കിന്റെ അർത്ഥം. Praise the Lord. The gates of hell shall not prevail over it. Praise the Lord. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? I will build my church and gates of hell shall not prevail against it. Hallelujah. Praise the Lord. ഞാൻ പറഞ്ഞല്ലോ പൗലോസ്. ഹല്ലേലൂയ. പൗലോസേ, എന്താ തനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാത്തത്? വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടാണോ? പണമില്ലാഞ്ഞിട്ടാണോ? പദവികളില്ലാഞ്ഞിട്ടാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആ റെഫറൻസ് പറയുന്നില്ല. സ്തോത്രം. അന്നത്തെ ദേശാധിപതി ഗവർണറായിരുന്ന ഫെലിക്സ് പറയുന്നത്, ഫെലിക്സ് പലപ്പോഴും പൗലോസിന്റെ പ്രസംഗം കേൾക്കാനല്ല, പൗലോസിനെ കൊണ്ടുവരാൻ പറയും. പൗലോസിനെ കൊണ്ടുപോവാ. അദ്ദേഹത്തിന് സുവിശേഷം മാത്രമേ പറയാനുള്ളൂ. ഈ പല പ്രാവശ്യം കൊണ്ടുവരുന്ന എന്തിനാണെന്നറിയാമോ? പൗലോസ് തനിക്ക് ദ്രവ്യം തരുമെന്ന്. മനസ്സിലാക്കണമേ. ജയിലിൽ കിടക്കുന്ന ഒരു പൊട്ട കുറ്റവാളി, പ്രൈസ് ദി ലോർഡ്, അവനെ കൊല്ലാൻ യഹൂദന്മാരെല്ലാം കൂടി ഇങ്ങനെ ഉപവാസം എടുത്തുകൊണ്ട് നടക്കുക. അവൻ ജയിലിൽ കിടക്കുന്ന ഒരുത്തൻ ആ നാട് ഭരിക്കുന്ന റോമ ഗവൺമെന്റിന്റെ ഗവർണർ പറയുകയാണ്, അവൻ വല്ലതും ചില്ലറ തരുമെന്ന്. അത്രയ്ക്ക് ധനാഢ്യനായിരുന്നു പൗലോസ്. പക്ഷെ അതെല്ലാം വിട്ടുകളഞ്ഞിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ക്രിസ്തുവിന്റെ കെനോസിസ്, ഹല്ലേലൂയ, കെനോറ്റിക്കൽ മിനിസ്ട്രി, സ്വർഗരാജ്യത്തിന്റെ സകല പദവികളും വേണ്ടെന്ന് വെച്ച ഭൂമിയിലേക്ക് താണ് ഇറങ്ങി വന്ന് ജനനം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും ഒന്നുമില്ലാത്തവനായി ജീവിച്ച ക്രിസ്തുവിന്റെ സുവിശേഷം അതുപോലെ ഒപ്പിയെടുത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ മഹാനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. സുവിശേഷത്തിന്റെ പേരിൽ നേടുകല്ലെന്ന് ചിലവായി പോകുകയായിരുന്നു അദ്ദേഹം. ഹല്ലേലൂയ. ഈ ഗവർണർ ഫെലിക്സ് പലപ്പോഴും ഇദ്ദേഹത്തെ വിളിച്ചു. എന്തിനാണെന്ന് അറിയാമോ? താൻ ദ്രവ്യം തരുമെന്ന് വിചാരിച്ചു. അത്രയ്ക്ക് ധനാഢ്യനായിരുന്നു പൗലോസ്. വിദ്യാഭ്യാസം എല്ലാം ഉണ്ടായിരുന്നോ? തർസോസിലെ അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റികളുള്ള അവിടെയൊക്കെ എൻ്റെ ജനനം മുതൽ എന്നെ നന്നായി അറിയാവുന്നവരാണ് ഈ ന്യായാധിപ സംഘത്തോട് താൻ പറയുന്നത്. ഫെസ്തോസ് പറയുന്നത്, പൗലോസേ, വിദ്യാ ബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. പഠിപ്പില്ല എന്ന് വെച്ചിട്ടല്ല, അന്നുണ്ടായിരുന്ന എല്ലാ മതപരമായിക്കൊള്ളട്ടെ, സാമൂഹ്യപരമായിക്കൊള്ളട്ടെ, സാംസ്കാരികപരമായിക്കൊള്ളട്ടെ, അറിവ് കൂടിപ്പോയി നിനക്ക് ഭ്രാന്ത് പിടിച്ചെന്ന അടുത്ത ഗവർണർ ഫെസ്തോസ് വിളിച്ചു പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്നുണ്ടായിരുന്ന യഹൂദ ഗുരുവായിരുന്ന
ഗമാലിയേലിന്റെ കാൽപാദത്തിൽ ഇരുന്ന് ആമീൻ ഹല്ലേലൂയ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ പഠിച്ച, യഹൂദന്മാരുടെ ഇടയിൽ നല്ല പേർ ലഭിച്ച, ആമീൻ ഹല്ലേലൂയ സമ്പത്തുള്ളവനായ, വിദ്യാഭ്യാസമുള്ളവനായ, അന്നത്തെ ആമീൻ ആ നിലയിൽ ആമീൻ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ആമീൻ വേണമെങ്കിൽ ആമീൻ വളരെ നല്ല യൗവനകാലത്താണ് സ്തെഫാനോസിനെ കല്ലെറിയുമ്പോൾ ഞാനും പെർമിഷൻ കൊടുത്തു, ഞാനും സമ്മതം മൂളി എന്ന് പറയത്തക്കവണ്ണം നല്ല പൊസിഷൻ ന്യായാധിപ സംഘത്തിന്റെ മധ്യേ ഉണ്ടായിരുന്ന ആ പൗലോസ് അതേ ജൈത്രയാത്ര തുടങ്ങിയിരുന്നെങ്കിൽ ആ യഹൂദിയിലൊക്കെ ഒരു ഗവർണറാകാൻ വലിയ പ്രയാസമൊന്നുമില്ലായിരുന്നു. എൻ്റെ സമപ്രായക്കാരിൽ പലരിലും ഞാൻ മുതിർന്നിരുന്നു വന്നെന്ന പല കാര്യങ്ങളിലും അദ്ദേഹം അഡ്വാൻസ് ആയിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ഗവർണർ ആകുന്നതൊക്കെ വളരെ നിസ്സാരമായിട്ട് അദ്ദേഹത്തിനുള്ളത്. അങ്ങനെയായിരുന്നെങ്കിൽ പടയാളികൾ സീസറിനെ കാണാൻ പോകുമ്പോൾ ഇവരെ പടയാളികൾ ആനയിച്ചു കൊണ്ടുപോകും. യഹൂദിയ ദേശത്തിലെ ഗവർണർ ഇതാ പൗലോസ് വരുന്നെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അങ്ങനെ ഒരു യാത്ര എനിക്ക് കിട്ടിയില്ല. അവൻ ബന്ധിതരായി ചങ്ങലയിട്ടുകൊണ്ട് വലിച്ചഴച്ചുകൊണ്ട് ദ്രോഹികളെ കൊണ്ടുപോകുന്നത് പോലെ, കള്ളന്മാരെ കൊണ്ടുപോകുന്നത് പോലെ യേശുവിൻ്റെ